Hello friends, Sonal Sajith YouTube channel സ്വാഗതം. എൻ്റെ പേര് Sonal Sajith. അപ്പോൾ നമ്മൾ എല്ലാവരുടെ വീട്ടിലും കാണും ഇതേപോലത്തെ LED ബൾബ് വർക്ക് ചെയ്യാത്തതുകൊണ്ട് നമ്മൾ കളഞ്ഞത്. അപ്പോൾ ഇതേ LED ബൾബിനെ കൊണ്ട് ഞാൻ ഇന്ന് ഉണ്ടാക്കുന്നത് ഒരു 5 വോൾട്ട് LED എമർജൻസി ലൈറ്റ് ആണ്. അതും നല്ലൊരു ബ്രൈറ്റ്നസ് തരുന്ന എമർജൻസി ലൈറ്റ് തന്നെ. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്ന അറിയാൻ വേണ്ടി എൻ്റെ ഈ വീഡിയോ മുഴുവനായി കാണുക. നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണണമെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യേണ്ടതാണ്. കൂടില്ല ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്താൽ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്കൊന്ന് ഇനി വർക്കിങ്ങിലോട്ട് പോകാം. അപ്പോൾ ഇത് ചെയ്യാനായിട്ട് നമുക്ക് ആദ്യമായി ആവശ്യമുള്ളത് ഇതേപോലത്തെ ഒരു LED ബൾബാണ്. അപ്പോൾ ഒരു LED ബൾബ് മതി ഇതൊന്നും ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി ആ ബൾബിൻ്റെ ക്യാപ്പ് റിമൂവ് ചെയ്തതിന് ശേഷം അതിലെ LED പാനലിലെ സ്ക്രൂ നമ്മൾ റിമൂവ് ചെയ്ത് കൊടുക്കണം. അതേപോലെ തന്നെ ആ വയർ സോൾഡർ ചെയ്ത് നമ്മൾ ഡീസോൾഡർ ചെയ്ത് കൊടുക്കണം. ഇനി ഒരു മൾട്ടിമീറ്റർ എടുക്കുക. അതിൽ കണ്ടിന്യൂറ്റി മോഡ് ഇട്ടതിന് ശേഷം എല്ലാ LED നമ്മളൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണം. ഏതെല്ലാം വർക്കിംഗ് ഏതെല്ലാം വർക്ക് ചെയ്യാതെ നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കണം. ഇപ്പം വർക്ക് ചെയ്യാതെ LED ഉണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല, നമുക്ക് റിമൂവ് ചെയ്തിട്ട് ശരിയാക്കാം. അപ്പോൾ നമ്മൾ എല്ലാം ഒന്ന് നോക്കുക, എന്നിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഈ LED പാനൽ നോക്കിയാൽ കാണാം, നമ്പർ ചെയ്തിട്ടുണ്ട് D1, D2, D3, D4, D5, D6, D7, D8, D9, പിന്നെ D10, D11 അങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം ഒരു സീരീസ് കണക്ഷനാണ്. അപ്പോൾ നമ്മൾ ഇതിനെ പാരലൽ കണക്ഷൻ ആക്കണം, എന്നാൽ മാത്രമേ നമുക്ക് 5 വോൾട്ട് ഇതിനെ വർക്ക് ചെയ്യിപ്പിക്കാൻ പറ്റൂ. അപ്പോൾ നമ്മൾ ഇതിനെ പാരലാണ് ആക്കേണ്ടത്. അപ്പോൾ നമ്മളെല്ലാ LED ഒന്ന് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ടെസ്റ്റ് ചെയ്തപ്പം ഇതിൽ D10 എന്ന് പറഞ്ഞ LED മാത്രം വർക്ക് ചെയ്യുന്നില്ല, അത് കംപ്ലൈൻ്റ് ആണ്. അപ്പോൾ നമുക്ക് അതിനൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. അല്ലെങ്കിൽ CD മാർക്കർ ഒന്നും വെച്ചിട്ടൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. അതെന്ന് വെച്ചാൽ റിമൂവ് ചെയ്യാനുള്ളതുകൊണ്ടാണ് അത് മാർക്ക് ചെയ്യുന്നത്. പിന്നെ നിങ്ങൾ നോക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇപ്പോൾ എല്ലാം ഞാൻ പറഞ്ഞല്ലോ പാരലൽ കണക്ഷൻ ആക്കുന്നത്. അപ്പോൾ പാരലൽ കണക്ഷൻ ആക്കുമ്പോൾ ഇത് തീരെ സ്ഥലമില്ല, അതുകൊണ്ട് തന്നെ ഇത് സോൾഡർ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും എല്ലാം പാരലാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഓരോ LED കഴിഞ്ഞിട്ട് അതിൻ്റെ അടുത്ത LED നമ്മൾ റിമൂവ് ചെയ്ത് കൊടുക്കണം. അതായത് D1 അവിടെ വെച്ചിട്ട് D2 നമ്മൾ റിമൂവ് ചെയ്യണം, D3 അവിടെ വെക്കുക, D4 റിമൂവ് ചെയ്യണം, D5 വെച്ചിട്ട് D6 റിമൂവ് ചെയ്യണം, D7 വെച്ച് D8, D9 അവിടെ തന്നെ വെക്കുക, പിന്നെ D10 റിമൂവ് ചെയ്യുക. അങ്ങനെ ഓരോ LED വെച്ചിട്ട് അതിൻ്റെ അടുത്ത LED നമ്മൾ റിമൂവ് ചെയ്ത് കൊടുക്കണം. എന്നാൽ മാത്രമേ നമുക്കത് റിമൂവ് ചെയ്തതെന്ന് വെച്ചാൽ അവിടെ നമുക്ക് സോൾഡർ ചെയ്യാൻ എളുപ്പമായിരിക്കും. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഇങ്ങനെ സോൾഡർ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ സോൾഡർ ചെയ്യാം, പക്ഷേ ഇത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. വയറിങ് കാര്യങ്ങളെല്ലാം സോൾഡർ ചെയ്യാൻ വേണ്ടിയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ടാണ് മറ്റേ മെത്തേഡ് ഉപയോഗിക്കുന്നത്, ഒന്ന് റിമൂവ് ചെയ്തിട്ട് മെത്തേഡ് ഉപയോഗിക്കുന്നത്. അതായത് D1 LED അവിടെ തന്നെ വെക്കുക, അതിനുശേഷം D2 റിമൂവ് ചെയ്യുക, അതുപോലെ D3 അവിടെ വെക്കുക, D4 റിമൂവ് ചെയ്യുക, D5 അവിടെ തന്നെ വെക്കുക, D6 റിമൂവ് ചെയ്യുക. അങ്ങനെ ഒരു LED കഴിഞ്ഞിട്ട് അതിൻ്റെ അടുത്ത LED റിമൂവ് ചെയ്ത് കൊടുക്കുക. എന്നാൽ നമുക്ക് പെട്ടെന്ന് സോൾഡർ ചെയ്യാൻ എളുപ്പമായിരിക്കും. ഞാനിപ്പോൾ ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് ഏതെല്ലാം റിമൂവ് ചെയ്യേണ്ട LED എന്ന് വെച്ചിട്ട്. അപ്പോൾ നിങ്ങൾ ഇതേപോലെ മാർക്ക് ചെയ്യുക, അപ്പോൾ കൺഫ്യൂഷൻസ് ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇതേപോലെ മാർക്ക് ചെയ്തിട്ട് അതിൽ റിമൂവ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇനി നമുക്ക് LEDs ഒക്കെ റിമൂവ് ചെയ്യണം. അപ്പോൾ റിമൂവ് ചെയ്യാനായിട്ട് കട്ടിംഗ് പ്ലെയറോ അല്ലെങ്കിൽ ഇതേപോലത്തെ വയർ കട്ടറോ ഉപയോഗിച്ച് നമുക്ക് LEDs ഒക്കെ റിമൂവ് ചെയ്ത് കളയാം. ഞാനിപ്പോൾ എല്ലാം റിമൂവ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്, എല്ലാ LEDസും റിമൂവ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഭാഗത്ത് നമ്മൾ റിമൂവ് ചെയ്ത ഭാഗത്ത് കുറച്ച് ഫ്ലക്സ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതെന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ LED റിമൂവ് ചെയ്തതിൽ LEDൻ്റെ കുറച്ച് പോർഷൻ അവിടെ ബാക്കിയുണ്ടാവും, അതിൻ്റെ അടിയത്തെ കുറച്ച് പോർഷൻസ് അവിടെ തന്നെ ഉണ്ടാവും. അപ്പോൾ അതെല്ലാം നമുക്കൊന്ന് സോൾഡറിങ് അയൺ ഉപയോഗിച്ച് നമുക്കത് റിമൂവ് ചെയ്ത് കളയണം. അതിൻ്റെ മേലെ ഇങ്ങനെ സോൾഡറിങ് അയൺ അതിൻ്റെ മേലെ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഒരു സ്റ്റീൽ ഷീറ്റ്, അതിങ്ങനെ ഷീറ്റ് പോലത്തെ ചെറിയ സാധനം ഇളകി വരും. അത് LED-ൻ്റെ ഒരു പോർഷനാണ്. അപ്പോൾ അത് നമ്മൾ ക്ലീൻ ചെയ്യണം ആ ഭാഗത്ത്, എന്നാൽ മാത്രമേ സോൾഡർ ചെയ്യാനും കുറച്ചും കൂടി കംഫർട്ട് കിട്ടൂ. അപ്പോൾ നമ്മളിപ്പോൾ എല്ലാം റിമൂവ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് നോക്കിയാൽ കാണും, ഒന്ന് ചെറുതും ഒരു ചെറിയ ലൈനും ഒന്ന് വലിയ ലൈനുമാണ്. അപ്പോൾ ഈ ചെറുതെന്ന് പറഞ്ഞാൽ നെഗറ്റീവും വലുത് പോസിറ്റീവും, അതായത് വലുത് പോസിറ്റീവ് ചെറുത് നെഗറ്റീവ്. അപ്പോൾ നമുക്കിനി എല്ലാ നെഗറ്റീവും തമ്മിൽ കണക്ട് ചെയ്യണം, പിന്നെ എല്ലാ പോസിറ്റീവും തമ്മിൽ കണക്ട് ചെയ്യണം. അതാണ് നമ്മളിനി അടുത്തതായി ചെയ്യേണ്ടത്. അപ്പോൾ അതിനായിട്ട് ഒരു വയർ എടുക്കുക, ഇതേപോലത്തെ വയറോ അല്ല സാധാ നോർമൽ വയറോ എടുക്കുക. അതിൻ്റെ ഉള്ളത്തെ ഇൻസുലേഷൻ കളഞ്ഞിട്ട് അതിൻ്റെ ഉള്ളത്തെ വയറാണ് നമുക്ക് ആവശ്യം. കാരണം ഇത് ചെറിയ സർക്യൂട്ടായതുകൊണ്ട് സോൾഡർ ചെയ്യാൻ അതായിരിക്കും കുറച്ചും കൂടി സുഖം ഉണ്ടാവുക. സൗകര്യം ഇത് തന്നെയാണ്, ഏറ്റവും ചെറുതെടുക്കുന്നതാണ് അത്രയും നല്ലത്. കാരണം സോൾഡർ ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ സൗകര്യം ഇതായിരിക്കും വലുതിൻ്റെ കാട്ടി. അപ്പോൾ നമ്മളെല്ലാ നെഗറ്റീവും തമ്മിൽ ആദ്യം കണക്ട് ചെയ്യുക, പിന്നെ എല്ലാ പോസിറ്റീവും തമ്മിൽ കണക്ട് ചെയ്ത് കൊടുക്കണം. നമ്മളിപ്പോൾ എല്ലാ നെഗറ്റീവും തമ്മിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഇതേപോലെ തന്നെ പോസിറ്റീവും നമ്മൾ കണക്ട് ചെയ്യണം. ഇതാ ഇപ്പോൾ പോസിറ്റീവും നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട്.
ഇനി നമുക്കിതൊന്ന് മൾട്ടിമീറ്റർ വെച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കാം എല്ലാ LED വർക്ക് ചെയ്യുന്നുണ്ടോ. അപ്പോൾ എല്ലാ LED വർക്ക് ചെയ്യുന്നുണ്ട്, പക്ഷേ D1 എന്ന് പറഞ്ഞ LED മാത്രം വർക്ക് ചെയ്യുന്നില്ല. അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ നമ്മൾ അതിൻ്റെ കണക്ഷൻ മാത്രം കൊടുത്തിട്ടില്ല. അപ്പോൾ അതിൻ്റെ കണക്ഷൻ കൊടുക്കാനായിട്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ പോസിറ്റീവ് വയർ അത് ആ LED ആ സൈഡിൽ കാണുന്ന പിന്ന്, ഇപ്പോൾ ഞാൻ ടച്ച് ചെയ്യുന്ന ആ ഒരു പിന്ന്, ആ പിന്നിലായിട്ട് കണക്ട് ചെയ്യണം. എന്നാൽ മാത്രമേ അതിൻ്റെ സർക്യൂട്ടും കംപ്ലീറ്റ് ആവും. നമ്മളിപ്പം D1 ആയിട്ട് വേറെ സർക്യൂട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ ആ ഒരു പോയിന്റിലേക്കായിട്ട് അതും കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെല്ലാം ഇത് LED വർക്കാവും. അപ്പോൾ നമ്മളത് ഈ വയർ അവിടത്തേക്കായിട്ട് സോൾഡർ ചെയ്ത് കൊടുക്കണം. നിങ്ങൾ സോൾഡർ ചെയ്യുമ്പോൾ സൂക്ഷിക്കണം, അതൊന്നും തമ്മിൽ ഷോർട്ടാവാൻ പാടില്ല. ഷോർട്ടായി കഴിഞ്ഞാൽ സർക്യൂട്ട് വർക്ക് ചെയ്യില്ല. അപ്പം അത് നോക്കുക, ഷോർട്ടാവാത്ത വിധം ടെസ്റ്റ് ചെയ്യാൻ നോക്കുക. നിങ്ങൾക്ക് അവിടെ നോക്കിയാൽ തന്നെ കാണും, അവിടെ പോസിറ്റീവ് എന്ന് എഴുതിയിട്ടുണ്ട്, ഇപ്പുറത്തെ ഭാഗം നെഗറ്റീവ് എന്ന് എഴുതിയിട്ടുണ്ട് പിന്നിൻ്റെ. അപ്പോൾ നമ്മൾ ആ ഭാഗത്ത് പോസിറ്റീവ് തന്നെ കണക്ട് ചെയ്യണം. അപ്പോൾ നമ്മളിപ്പം പോസിറ്റീവ് കണക്ട് ചെയ്തു, ആ വയർ കണക്ട് ചെയ്തു. ഇപ്പം നോക്കിയാൽ കാണാം എല്ലാ LED ഈക്വലായി വർക്ക് ചെയ്യുന്നുണ്ട്, ഒരു കുഴപ്പമില്ല. അപ്പോൾ നമ്മൾ സർക്യൂട്ട് മൊത്തം കംപ്ലീറ്റ് ആയി. ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആ ഒരു ബൾബിൻ്റെ ഉള്ളത്തെല്ലാം ക്ലീൻ ചെയ്യുക, ഉള്ളത്തെല്ലാം റിമൂവ് ചെയ്യുക. ആ ബോർഡൊന്നും നമുക്ക് ആവശ്യമില്ലാതെയാണ്. അപ്പോൾ ആ ബോർഡെല്ലാം കളയാം. പിന്നെ അതിൻ്റെ ബാക്കത്തെ ആ ഒരു രണ്ട് പിന്ന് പോലത്തത് അത് നമ്മൾ റിമൂവ് ചെയ്യണം. കാരണം അവിടെ ഒരു ഹോൾ ഇട്ട് കൊടുക്കുക, USB വയർ അതിലേക്ക് കടത്തി വിടാൻ വേണ്ടിയിട്ട് അവിടെ ഒരു ഹോൾ ഇട്ട് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അത് റിമൂവ് ചെയ്ത് കളയാം. അപ്പോൾ ഞാനിപ്പോൾ അവിടെ ഹോൾ ഇട്ട് കൊടുത്തു. അപ്പോൾ ഹോൾ ഇട്ട് കൊടുക്കുമ്പോൾ ചെറുങ്ങനെ പൊട്ടിയും, എന്നാലും കുഴപ്പമില്ല. ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ USB വയർ എടുക്കണം. ഈ USB വയർ കട്ട് ചെയ്താൽ നിങ്ങൾക്ക് കാണാൻ 4 വയറുണ്ടാവും. അതിൽ നമുക്കാകെ ആവശ്യമുള്ളത് പോസിറ്റീവും നെഗറ്റീവും, അതായത് റെഡും ബ്ലാക്കും ആവശ്യമുള്ളൂ. മറ്റേ ഗ്രീനും വൈറ്റും നമുക്ക് ആവശ്യമില്ല. അപ്പോൾ അത് രണ്ടും മാത്രം അതിൽ കയറ്റി കൊടുക്കുക. ഇനി ആ ഹീറ്റ് സിങ്കിലേക്ക് നമ്മൾ LED പാനൽ അതിലേക്ക് സ്ക്രൂ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ആ USB വയർ കണക്ട് ചെയ്തിട്ട് ഏതെങ്കിലും ഒരു പോസിറ്റീവിനും നെഗറ്റീവിനും ആ USB വയർ കണക്ട് ചെയ്യുക. ഏതെങ്കിലും ഒരു പോസിറ്റീവും നെഗറ്റീവും പിന്നിലേക്ക് ആ USB വയർ കണക്ട് ചെയ്ത് കൊടുക്കുക. ഏതായാലും കുഴപ്പമില്ല, ഏതെങ്കിലുമായിട്ട് കണക്ട് ചെയ്യുക. അതിനുശേഷം ആ വയറിൻ്റെ ഉള്ളിലായിട്ട് ഒരു നോഡ് ഇട്ട് കൊടുക്കണം. അതിനെ വെച്ചാൽ ഇത് നമ്മൾ വലിക്കുമ്പോൾ പെട്ടെന്ന് കണക്ഷൻസൊക്കെ കട്ടാവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഇത് ചെയ്യുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഗ്ലൂ ഹോട്ട് ഗ്ലൂവോ സാധാ ഗ്ലൂ എന്തെങ്കിലും അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. ഇതായിരിക്കും കുറച്ചും കൂടി സിമ്പിൾ. അപ്പോൾ ഇങ്ങനത്തെ ഒരു നോട്ട് ഇട്ട് കൊടുത്തിട്ട് അത് അതിലേക്ക് റീപ്ലേസ് ചെയ്ത് കൊടുക്കാം. നല്ല ടൈറ്റായിട്ട് റീപ്ലേസ് ചെയ്യാൻ ശ്രമിക്കുക. ഹീറ്റ് സിങ്ക് നല്ല ടൈറ്റായി ഫിക്സ് ചെയ്തതിന് ശേഷം ആ ബൾബിൻ്റെ ക്യാപ്പ് അങ്ങ് ഇട്ട് കൊടുക്കുക. ഇതോടെ നമ്മളെ വർക്ക് മൊത്തം കംപ്ലീറ്റ് ആയി. ഇനി നമുക്ക് അടുത്ത ടെസ്റ്റിംഗ് ആണ്. നമുക്ക് ടെസ്റ്റിങ്ങിലോട്ട് പോകാം. ഇനി നമുക്ക് ഈ LED ബൾബ് ഒന്ന് പവർ ബാങ്കിൽ കണക്ട് ചെയ്ത് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ കാണും നല്ലൊരു ബ്രൈറ്റ്നസ് ആണ് ഈ ഒരു ബൾബിൽ നിന്ന് തന്നെ വരുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഡേ ലൈറ്റിൽ തന്നെ ഷൂട്ട് ചെയ്യുന്നത്, എന്നിട്ട് തന്നെ ഇത്രയും ഒരു ബ്രൈറ്റ്നസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അത്യാവശ്യം നല്ലൊരു വെളിച്ചമുള്ള ഒരു ബൾബ് തന്നെയാണ് ഇത്. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം. പിന്നെ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്താണെന്ന ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്താൽ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഇനി ഇതേപോലത്തെ വീഡിയോസായി നമുക്ക് അടുത്ത വീഡിയോ കാണാം.